ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LDC 2024 പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഭൂപ്രദേശം, ഓപ്ഷൻ ബി ജനാധിപത്യം, ഓപ്ഷൻ സി ജനങ്ങൾ, ഓപ്ഷൻ ഡി പരമാധികാരം. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജനാധിപത്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്. ജനാധിപത്യം. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റിനോട് കൂടിയതുമായ ഒരു ജനതയാണ് നമ്മൾ രാഷ്ട്രമെന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രാഷ്ട്രമെന്ന് വിളിക്കുന്നത്. ഓക്കെ, ചോദിക്കാൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്താണ് രാഷ്ട്രമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ഇനി രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 ഘടകങ്ങളാണ് ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് മക്കളെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജനങ്ങളാണ്. അപ്പോൾ രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങൾ. രണ്ടാമത്തെയാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭൂപ്രദേശമാണ്. ഓക്കെ, ഭൂപ്രദേശം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഗവൺമെൻറ് ആണ്. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെയാണ് ജനങ്ങൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഭൂപ്രദേശം, മൂന്നാമത്തെ ഗവൺമെൻറ്, നാലാമത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവർണിറ്റി. ഓക്കെ, ഇതാണ് എന്ത് വേണ്ടത്? ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളിലെ 4 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മക്കളെ രാഷ്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രാഷ്ട്രമെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളിലെ 4 എണ്ണവും ഓരോന്നും നമുക്ക് പഠിച്ചു പോകാം. അതിലാദ്യം വരുന്നത് ജനങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആരാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ജനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഘടകമാണ് ജനങ്ങളെന്ന് പറയുന്നത്. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രത്തെ രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ജനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽ ഒന്നാണ് ജനങ്ങൾ. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ്. ഓക്കെ, ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുമായ രാഷ്ട്രത്തിൻ്റെ ഘടകമെന്ന് പറയുന്നതും ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതേപോലെ തന്നെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുമായ രാഷ്ട്രത്തിൻ്റെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത്
നമ്മുടെ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇനി രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. അതായത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക. ഓക്കെ, ക്രമസമാധാനം ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പാക്കുക. അതേപോലെ തന്നെ രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നീതി ഉറപ്പാക്കുക. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പാക്കുക, രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക, നീതി ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? നിലവിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വിവിധ തരം ഗവൺമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. രാജഭരണം, അതേപോലെ തന്നെ സൈനിക ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം, സുൽത്താൻ ഭരണം. ഇതൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്ന വിവിധ തരം ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയാണുള്ളൂ. അതായത് രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഘടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുമായ രാഷ്ട്രത്തിൻ്റെ ഘടകമാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകളാണ് നമ്മൾ പറഞ്ഞത്. ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക, രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക, നീതി ഉറപ്പാക്കുക. ഇന്ന് നിലവിൽ നിൽക്കുന്ന ഗവൺമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രാജഭരണം, സൈനിക ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം, സുൽത്താൻ ഭരണം എന്നൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിന് വേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് പരമാധികാരം അല്ലെങ്കിൽ സോവർണിറ്റി എന്ന് പറയുന്നത്. ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പരമാധികാരം അല്ലെങ്കിൽ സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ അധികാരമാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും പരമാധികാരം തന്നെയാണ്. പരമാധികാരത്തിൻ്റെ രണ്ട് തലങ്ങൾ നമ്മൾ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഒന്ന് എക്സ്റ്റേണലും അതേപോലെ തന്നെ ഇൻറ്റേർണലും, അതായത് ബാഹ്യതലവും അതേപോലെ തന്നെ ആഭ്യന്തര തലവും. അപ്പോൾ പരമാധികാരത്തെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഒന്നാണ് ബാഹ്യതലം, അതായത് എക്സ്റ്റേണലും അതേപോലെ തന്നെ ഇൻറ്റേർണലും. ഓക്കെ, അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ ബാഹ്യതല അധികാരമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബാഹ്യതല പരമാധികാരം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള, മക്കളെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് ബാഹ്യതല പരമാധികാരം. ഇനി ഭൂപ്രദേശ പരമാധികാരമുള്ള ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ ആഭ്യന്തര പരമാധികാരം എന്നാണ് പറയുന്നത്. ഓക്കെ, ആഭ്യന്തര പരമാധികാരം. ഓക്കെ, ഇനി രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അപരിമിതവുമായ അവിഭാജ്യമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അപരിമിതവുമായ അവിഭാജ്യവുമായ അധികാരമാണ് എന്ത്? പരമാധികാരം. പരമാധികാരം വിഭജിക്കാൻ സാധ്യമല്ല. അപ്പോൾ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? വിഭജിക്കാൻ സാധ്യമല്ല. പരമാധികാരം വിഭജിക്കാൻ എന്തല്ല? സാധ്യമല്ല. ഓക്കെ, അപ്പോൾ പരമാധികാരം വിഭജിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. ഓക്കെ, ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാര
വിഭജനത്തിന് ഉദാഹരണമാണ് ദക്ഷിണ സുഡാൻ 2011. ഇനി പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ എന്താണ് നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും അതേപോലെ തന്നെ രണ്ടാമത്തെയും നാലാമത്തെയുമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അടുത്തത് എന്താണ്? രണ്ടാമത്തെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശമാണ് ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയ അവകാശ ഗണത്തിൽ പെടാത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ബാക്കി വസ്തുതകളിലേക്ക് നമുക്ക് നോക്കാം. അതായത് ജനാധിപത്യ വ്യവസ്ഥ ഭരണനിർവഹണത്തിൽ പൗരൻ്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഉറപ്പ് വരുത്തുന്നു. പൗരന് മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കുക. ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതൊക്കെ നമ്മുടെ എന്താണ്? നിലവിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നവയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. അപ്പോൾ ഇത്രയാണ് നിലവിൽ എന്തിൽ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നവയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അത് മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കറിയാം. ആർട്ടിക്കിൾ ഏത് മുതൽ ഏതുവരെയാണ്? 12 മുതൽ 35 വരെയുള്ള പാർട്ട് 3 പറയുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്നതാണ് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പൗരൻ്റെ രാഷ്ട്രീയ അവകാശങ്ങൾ ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അത് മൗലിക അവകാശങ്ങളിലാണ് പെടുന്നതെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓക്കെ, ഉദ്യോഗസ്ഥ
വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കേരള ഭരണ സംവിധാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തമായി പഠിച്ച് സെറ്റാക്കി പോവുക. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ നീതിന്യായ വിഭാഗം, ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗം, ഓപ്ഷൻ സി നിയമനിർമ്മാണ വിഭാഗം, ഓപ്ഷൻ ഡി രാജ്യരക്ഷാ വിഭാഗം. നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കാര്യനിർവഹണ വിഭാഗത്തിലാണ് പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ബാക്കി വസ്തുക്കളിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. മകളെ വെരി ഇമ്പോർട്ടൻ്റ്, പഠിച്ചോ, ഉറപ്പായിട്ടും ഇനിയും ചോദിക്കാം. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്നാമത്തെയാണ് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗങ്ങൾ, അതായത് ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേച്ചർ. ഓക്കെ, നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, അടുത്തത് രണ്ടാമത്തെയാണ് ഏതെന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ്, അതായത് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം അതെന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അടുത്തതാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്, അതായത് ജുഡീഷ്യറി, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഏതൊക്കെ? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3 എണ്ണമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ചും നോക്കാം. നിയമങ്ങൾ നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നിയമങ്ങൾ നടപ്പിലാക്കൽ, അതേപോലെ തന്നെ എന്താണ് ഭരണനിർവഹണ ചുമതലകൾ എന്നിവ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതല നിയമനിർമ്മാണ സഭ രൂപം നൽകിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭ രൂപം നൽകിയ നിയമങ്ങളും അതേപോലെ തന്നെ നയങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മക്കളെ നിലവിലെ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്? അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിമാർ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെൻറ് തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗമാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെൻറ്റും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെൻറ്റും അതേപോലെ തന്നെ എന്താണ് തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നിലവിലെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ, അത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ഗവൺമെൻറ്റും അതേപോലെ തന്നെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെൻറ് തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗം. അതേപോലെ തന്നെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ദൈനംദിന ഭരണനിർവഹണം നടത്തുന്നതിന് ചുമതലയുള്ള വിഭാഗമാണ്. അപ്പോൾ ദൈനംദിന ഭരണ നിർവഹണം നടത്തുന്നതിന് ചുമതലയുള്ള ഭരണ വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്.
രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഓർത്തുവച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൽ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൽ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊതുഭരണത്തിൻ്റെ ശൃംഖലയെ ചലനാത്മകമാക്കുന്നതും ഏത് തന്നെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ എന്താണ്? പൊതുഭരണത്തിൻ്റെ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്, വൃന്ദമാണ്. ഓക്കെ, ഇനി കാര്യനിർവഹണ വിഭാഗം, അതിനെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും അതേപോലെ തന്നെ സ്ഥിര എക്സിക്യൂട്ടീവ് എന്നും. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ സ്ഥിര എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. സ്ഥിര എക്സിക്യൂട്ടീവിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി അതിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. നാമമാത്ര എക്സിക്യൂട്ടീവ്, അത് എപ്പോഴും രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ മന്ത്രിസഭയുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചാർട്ടിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, അതിലാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ വരുന്നത്. സ്ഥിര എക്സിക്യൂട്ടീവിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, അങ്ങനെ എല്ലാവരും വരുന്നതാണ് സ്ഥിര എക്സിക്യൂട്ടീവിൽ. ഇനി നാമമാത്ര എക്സിക്യൂട്ടീവിൻ്റെ അകത്ത് വരുന്നത് രാഷ്ട്രപതിയും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് നിലവിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ് മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒന്ന് വരുന്നതാണ് എന്ത്? നിയമനിർമ്മാണം, അതേപോലെ തന്നെ എന്താണ്? കാര്യനിർവഹണം, അതേപോലെ തന്നെ നീതിന്യായ വിഭാഗം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അതിൻ്റെ ഒന്ന് ഏതെന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു. രണ്ടാമത് എക്സിക്യൂട്ടീവ്, അതായത് കാര്യനിർവഹണ വിഭാഗം. 3 നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി എന്നുള്ളത്. അത് സെയിം അങ്ങനെ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളാണ് ഒന്നാമത്തെ നിയമനിർമ്മാണം, 2 കാര്യനിർവഹണം, അടുത്തത് നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗത്തെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന് കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗമെന്നും അടുത്തത് സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗമെന്നും. അതിൻ്റെ അകത്ത് കേന്ദ്ര നിയമനിർമ്മാണത്തിൽ വരുന്നതാണ് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭയാണ്. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഓക്കെ, ഇനി സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതാണ് ഗവർണർ, നിയമസഭ, നിയമസമിതി. ഓക്കെ, ഇനി കാര്യനിർവഹണ വിഭാഗത്തെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമെന്നും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമെന്നും. അതിൻ്റെ അകത്ത് കേന്ദ്രത്തിൽ വരുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥർ. ഓക്കെ, ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിലോ ഏറ്റവും മുന്നിൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥർ. ഇങ്ങനെയാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത്. ഇനി നീതിന്യായ വിഭാഗത്തെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആകെ വരുന്നത് ഏറ്റവും നമ്മുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി, അതിനുശേഷം ഹൈക്കോടതി, അതിന് താഴെയാണ് കീഴ്ക്കോടതികൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അവ എങ്ങനെയാണ് ഒരു ചാർട്ടിലൂടെ നിങ്ങൾക്ക് തരംതിരിച്ച് കഴിഞ്ഞാൽ വരുന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്
ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് തെറ്റായ വസ്തുതകൾ ഒരെണ്ണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ എന്താണ് ഇതൊരു സ്ഥിരം സഭ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ എന്താണ് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന വന്ന ഓപ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട് വരുന്നത്. അതായത് 2, 3, 4 എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 2, 3, 4 അപ്പോൾ എന്താണ് ബാക്കി ഒരെണ്ണം മാത്രമാണ് നിലവിൽ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് എന്തെന്ന് പറയുന്നത്? രാജ്യസഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് എന്തെന്ന് പറയുന്നത്? രാജ്യസഭ. അതായത് അപ്പർ ഹൗസാണ് രാജ്യസഭ. രാജ്യസഭയുടെ മറ്റു പേരുകളാണ് സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ രാജ്യസഭയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഇതൊക്കെയാണ് രാജ്യസഭയുടെ മറ്റു പേരുകൾ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 80-ാം അനുച്ഛേദമാണ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. അതായത് പരലോകം എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെച്ച പരലോകം 79, 80, 81, പാർലമെൻറ്റ് 79, അപ്പോൾ രണ്ടാമത് രാജ്യസഭ 80, അടുത്തത് ലോകസഭ എന്ന് പറയുന്നത് 81, പരലോകം 80, 79, 80, 81 ഓർത്തു വച്ചാൽ മതി. സിമ്പിൾ കോഡാണ്. നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യും? രാജ്യസഭയുടെ ആർട്ടിക്കിൾ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി രാജ്യസഭയുടെ കാലാവധി ഇല്ല. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 6 വർഷമാണ്. അപ്പോൾ രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ മക്കളെ 6 വർഷമാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യസഭയിലെ പ്രതിനിധികളെ ആ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒറ്റ വോട്ട് വഴി, അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യസഭയെ പ്രതിനിധികളെ ആ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒറ്റ വോട്ട് വഴി, അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്. 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ 3/1 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ 3/1 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ. ഓർത്തു വച്ചോ, രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായമാണ് 30 വയസ്സ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് ഏത് സഭയിലാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയിലാണ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയുടെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് രാജ്യസഭയെക്കുറിച്ച് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യം ഒന്നുകൂടിയും ഓടിച്ചു പറയാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അപ്പർ ഹൗസാണ് രാജ്യസഭ. രാജ്യസഭയുടെ മറ്റു പേരുകളാണ് മക്കളെ സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഭരണഘടന ഏത് അനുച്ഛേദം അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് 80-ാം അനുച്ഛേദം. രാജ്യസഭയുടെ കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധിയാണ് 6 വർഷം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ,
ഇനി ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യസഭയിലെ പ്രതിനിധികളെ ആ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വോട്ട് വഴി, അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ, അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയാണ്. ഇനി അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 30 വയസ്സ്. ചെയർമാൻ ഉപരാഷ്ട്രപതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏതു വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? ഏതാണ്? സഹമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സഹമന്ത്രിയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് പോവുക. 2019 മുതൽ 2024 വരെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു വി മുരളീധരൻ. നിലവിലെ മലയാളി കേന്ദ്രമന്ത്രിമാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജോർജ് കുര്യനാണ് ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് സഹമന്ത്രിയാണ്. അതേപോലെ തന്നെ സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം മന്ത്രിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അസുഖമായതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യാതിരുന്നത്. ഇപ്പോഴും അത്രയങ്ങ് ഓക്കെ അല്ലെങ്കിലും ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചു പോയില്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമ്മൾ നഷ്ടപ്പെടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മടി പിടിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ക്ലാസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇട്ടത്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.